എല്ലാവർക്കും സുഖം തന്നെ. അപ്പം നമ്മളിതേ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 4 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഇന്നലെ വീടിൻ്റെ പണി പകുതി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പം ഇന്ന് നമ്മൾ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പോകണേണ്. അപ്പം അധികം പറഞ്ഞു ഇതാക്കുള്ള നമുക്ക് കയറാം. ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ ബേസിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി കിടന്നുറങ്ങണം. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും കിടന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. കിടന്നുറങ്ങണം. അങ്ങനെ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ എവിടം വരെ ഇറങ്ങി. ഇതൊക്കെ ആരുടെ ഇവന്മാർക്ക് തലയിൽ ഹെൽമെറ്റൊക്കെ ഇട്ട് കാരണം ഇവന്മാർക്ക് ഇത് ഏക്കൂലല്ലോ. എനിക്ക് ഇങ്ങോട്ട് വന്നതിന് അടിച്ചു കൊന്നിരിക്കും ഉറപ്പ്. ഇവിടെ കുഞ്ഞു സോമ്പി. ഇവിടെ കുരിപ്പ്. ഇവിടെ വില്ലേജറിനെ മെക്കിട്ട് കയറണ്ടോ? അതെത്തി. ഇവിടെ എനിക്ക് ഡയമണ്ട് ആർമർ കിട്ടി. ഓ ബ്രോ, ഈ സോംബി വില്ലേജറായി. ഇങ്ങോട്ട് അടിച്ച് കൊന്നിരിക്കും. വാടെ ഇവിടെ അഭിലാഷേ. ആ ഈ ബെടക്കുണ്ടായിരുന്നു. എടി ഇവിടെ ഒരു ബെടക്കുണ്ട്. എൻ്റെ പൊന്നിടാവേ ഒമ്മാരെയൊക്കെ ഒന്ന്. എനിക്കാണെങ്കിൽ ആർമറൊക്കെ കിട്ടിയിട്ടാ. ഓ ബ്രോ നിട്ടോക്കട്ടെ. ഓ ലുക്ക് അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ തന്നെ പൊട്ടും, അതുകൊണ്ട് അതിന് തന്നെ മതി. ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ ഇവിടം വരെ ആയിരുന്നു പറഞ്ഞു നിർത്തത് നമ്മുടെ വീടിൻ്റെ പണി. അപ്പോൾ വീടിന് വേണ്ടി കുറച്ച് മരത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ഒട്ടും മരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് മരം വല്ലതും ഉണ്ടാകുന്ന നോക്കാം. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഇതാണ് ഇപ്പോൾ പ്രശ്നം. ഈ വില്ലേജ് എനിക്ക് പിടിച്ചടക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ അല്ല അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, അവിടെ ഇതിൽ അയണമൊന്നും ഇതില്ലല്ലോടാ. മരം പ്ലാങ്ക്സ് കിട്ടാൻ എനിക്കൊരു സ്ഥലം അറിയാം. അവിടെ പോയി കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കിട്ടും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ കുറച്ച് നടക്കണമെന്നുള്ളൂ. ഇവിടെ വല്ല കുതിര വരും ഉണ്ടാകാം. ഓ കുതിര കിട്ടിയിട്ട് വരില്ല. സാഡലൊക്കെ ഇടേണ്ടി വരും. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കേവുണ്ട്, നമുക്ക് വരാനുള്ളതാ. അപ്പം നമ്മൾ എവിടെയാണ്? ആ സ്ഥലത്തിലോട്ട് പോകണം. അത് നമ്മൾ ഇങ്ങാടേക്കൊക്കെ ആയിട്ട് കുറച്ച് വന്നോട്ടോ. ഞാൻ അന്നിവിടെ മൈനിങ്ങിനുള്ളപ്പോൾ ആ കുറേ മരമുള്ളൊരു സ്ഥലം കണ്ടിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അത് ഓക്ക് ലോഗ് തന്നെ കണ്ടില്ലേ? ഇതല്ല ഇതത്. അവിടെ നമുക്ക് വേണ്ടിയുള്ള ഒരു 3 മരമുണ്ട്. ബാക്കിയെല്ലാം ഒരു ഡാർക്ക് മരങ്ങളാണ്. നമുക്ക് വേണ്ടി ഒരു 3 മരങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അത് പോയി എടുക്കാം. കബോൺ കണ്ടില്ലേ ഈ മരം? ഇത് ഭയങ്കര വലുതായിട്ട് എടാ ലാഗ് അടിക്കണ്ടാ. ഈ മഴയൊന്ന് ക്ലിയറാക്കട്ടെ. പൊളിഞ്ഞ് കയറും. ക്ലിയർ പിന്നെ ഡേ ടൈം സെറ്റ് കുട്ടിക്ക് മരം ഇടാ. അതാരാ? ആരാ? ആ നീ ഈ ഇങ്ങനത്തെ സോംബികളൊക്കെ എവിടെയാണ് കൂടുതലുണ്ടാവണമെന്നറിയും? മറ്റേ ഇവിടെ വെച്ചുണ്ടാവും ഈ ഡെസേർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ സോംബി ഉണ്ടാവണം. അപ്പോൾ ഇവന്മാരടിക്കുമ്പോൾ നമ്മുടെ മേത്ത് എന്തോ ഒരു ഇൻഫെക്ഷൻ എന്തോ കയറും. ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഇതൊക്കെ ഈ മരങ്ങളൊക്കെ എടുക്കാം. നമുക്ക് വീട് പണിയാനായിട്ട് മരത്തിന് നല്ല ആവശ്യമുണ്ട്. ഓക്കെ, അവിടെ നല്ല സെറ്റാക്കി. ഇവിടെ ഇഷ്ടംപോലെ മരം ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മരം ഇട്ടുണ്ട്. ഇവിടെ ഈ മരത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് കൊതുകി ഇവിടെ. എടി എവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു മരം. കുഞ്ഞിനല്ല കേട്ടോ, മുറിച്ചിട്ടും തീരണില്ല. ഓക്കെ, അതെടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അത് അതും കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ തുറന്നുണ്ട്. ഇതങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ഇത് എന്തോരം മരോടാ. എൻ്റെ കൈ എത്തൂല. ഇനി കൈ എത്തിക്കും നമ്മൾ. ഓക്കെ,
ഇനിയിപ്പോൾ എത്തൂലേ ഒരു ബ്ലോക്കും കൂടി ഇട്ടേ. ഇനിയിപ്പോൾ എത്തൂലേ കൈ? ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എടാ എൻ്റെ ആക്സ് മിക്കവാറും തീരും. ആക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. എനിക്ക് മതിയുടെ മരം എത്ര മരം കിട്ടി? 30. ഇതൊക്കെ ധാരാളം. ഇതിൽ നിന്ന് ഒരെണ്ണത്തിന് 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 സ്റ്റാക്ക് ഓപ്ലാങ് ഉണ്ടാക്കാൻ പറ്റും. അറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ വില്ലേജൊക്കെ അവിടെ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഇതാണ്ടില്ലേ, നമ്മൾ ശബലും കൊണ്ടാണ് അത്ര ഇത് കോരെടുത്തൊക്കെ. വീട്ടിലോട്ടോണം മെല്ലപ്പോയത്. ഫുഡടിക്കും വയറാറട്ടെ. ആ തണ്ണിമത്തം നിറച്ചാൽ നന്നാവില്ലേ? അപ്പോൾ ആ തണ്ണിമത്തം ഇതായപ്പോൾ ഇതാക്കി. തണ്ണിമത്തം പറിച്ചത് നന്നായി. ഇതല്ലേ എൻ്റെ വീട്? യെസ്. അപ്പം ഞാൻ പറഞ്ഞു അതിന് ഉണ്ടാക്കണം. ഇഷ്ടം പോലെ കിട്ടൂടാ. ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. എവിടെ 1 സ്റ്റാക്ക് കഴിഞ്ഞ്. ഇത് 3 സ്റ്റാക്ക് ഉണ്ടാവൂടെ? 3 സ്റ്റാക്ക് അറിയാൻ പാടില്ല. 3 സ്റ്റാക്ക് ഉണ്ടാവില്ല കേട്ടോ. 2 സ്റ്റാക്ക് 24 ഇതും കിട്ടി. പിന്നെ എൻ്റെ കുറേ മണ്ണ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒന്നിടത്തൊന്ന് മാറ്റിട്ടു. ആടെ നീ വേറൊരു 3 സ്റ്റാക്ക് 24 ഇതും. അല്ല 2 സ്റ്റാക്കുള്ളൂ. ഞാൻ വെറുതെ പറയാം. 2 സ്റ്റാക്കുള്ളൂ. മട്ടൻ വേണ്ട. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം പോലും ഇല്ല. വെറുതെ ഇങ്ങനെ ഇരിക്കണേ. എടാ ജസ്റ്റ് നിറഞ്ഞാ. എങ്ങനെ ഇരിക്കണേ. ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഇതാക്കാനൊക്കെ പറ്റും. ഒരു സ്ഥലവും കൂടി ഉണ്ട്. അവിടെ ശവല് വെച്ച് വെക്കാം. പിന്നെ ഡർട്ട് അത് ഇതിൽ ചേർത്ത്. ഇനിയും ഉണ്ടല്ലോ കുറച്ച് ഡർട്ട് അതിൽ വെക്കാനായിട്ട്. ഫെദർ നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ. ആക്സ് ഇരുന്നോട്ടെ. ആക്സ് നമുക്ക് ചെറിയ ആവശ്യമൊക്കെ വരുന്ന കാരണം ആക്സ് നമ്മുടെ കയ്യിൽ വേണം. എന്നവിടെ റെക്കോർഡർ കൂടെ വരും. ഓക്കെ. പിന്നെ ഈ ചെസ്റ്റ് എടുത്തിട്ട് ഏറ്റവും അടിയിൽ കൊണ്ട് വെച്ചേക്കാം. അങ്ങനെ ഈ ചിക്കൻ അടിയിൽ വെച്ചേക്കാം. എല്ലാം കൊണ്ടും തികഞ്ഞിട്ടുണ്ട്. ഈ തണ്ണിമത്തന് എടുക്കണമെന്നാണ്. തണ്ണിമത്തൻ വേണ്ട. അല്ലെങ്കിൽ ആക്സ് വെക്കാൻ സ്ഥലമുണ്ട്. തണ്ണിമത്തൻ ഇവിടെ ഇട്ട് വെച്ചിട്ട് ഓക്കെ. അപ്പം നമുക്കിനി നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീടൊന്നും ആയിട്ടില്ല, പണി നടക്കണുള്ളൂ. ഇവിടെ ഇട്ടൊരു ബ്രിഡ്ജൊക്കെ പണിയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടാ. ബ്രിഡ്ജൊക്കെ പണിയണമെന്ന് എനിക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആക്കണം ഗെയ്സ്. എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ഓക്കെ. നമ്മൾ ഇന്നലെ വീടിൻ്റെ പണി ഇവിടം വരെ. അപ്പം ഇന്ന് ഇത് കണ്ടിന്യൂ ചെയ്യാൻ 3, 2, 1 സ്റ്റാർട്ട്. ഗെയ്സ് എൻ്റെ വീടിൻ്റെ തറകെട്ടലാണ് കേട്ടോ. ബ്രോ വീടിൻ്റെ തറകെട്ടൽ. ഓക്കെ. ചെറിയ ലാഗിങ് ഉണ്ട്. ഈ മൊബൈൽ ഭയങ്കര ഒരു ലാഗ് അടിക്കണ ഒരു മൊബൈലാണ്. എല്ലാവരും ക്ഷമിക്കാട്ടോ ഗീസ്. എല്ലാവരും നല്ല ഇതായിട്ട് കമൻറ്റ് ചെയ്യണം. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട്. എല്ലാവരും കമൻ്റൊക്കെ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. നമ്മളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് നമുക്ക്. ഓക്കെ. അപ്പോൾ തറകെട്ടലിന് നമ്മളിത് അടിയിൽ ഇതിവിടെ എത്രയും പണിയാണ്. ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് ഡിസൈൻസൊക്കെ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ പോകേണ്ടി വരും. കുറച്ച് മൈനിങ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺസ് വേണം. സ്റ്റോൺസ് ഉണ്ടെങ്കിൽ കോബിൾ സ്റ്റോൺ അല്ലേ? കോബിൾ സ്റ്റോൺ കൊണ്ടാണ് നമുക്ക് ആ പണി ചെയ്യേണ്ടത്. കോബിൾ സ്റ്റോൺ വേണം ഫസ്റ്റ്. ഓക്കെ. അപ്പം നമുക്ക് കോബിൾ സ്റ്റോൺ ഒപ്പിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ ഉണ്ടാവേണ്ടത്. ഇതേടെ മറ്റേ ട്രേഡ് മച്ചാനെ പോലെ ട്രേഡ്.
അവിടെ നിക്കടാ. എന്താ 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 എടാ ഇവന് നമ്മളുടെ എമറാൾഡ് ഒന്നും ഇല്ല ബ്രോ. ഇവന്മാരുടെ ഉണ്ടാവും. ഇതിൽ എമറാൾഡ് ഉണ്ടാവും. എമറാൾഡിലല്ല, എമറാൾഡിന്റെ കളറിലുള്ള ഒരു ബെഡ് ഇരിപ്പുണ്ട്. ഓക്കെ, കുറച്ച് കോബിൾ സ്റ്റോൺ അല്ലേ നമുക്ക് ആവശ്യം. കോബിൾ സ്റ്റോൺ 19 ഉള്ളൂ, അതെടുക്കാം. നമുക്കിനി 25 സ്റ്റാക്ക് വേണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായല്ലേ? ഇപ്പോൾ കറക്റ്റായി. ഇതെടുത്തിട്ട് ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് താഴത്തോട്ട് കുടിച്ചു പോകണം. താഴത്തോട്ട് അടുത്തോട്ട് വന്നില്ലല്ലോ അവനൊന്നും. ഇവന്മാർക്ക് രാവിലെ കഴിക്കാനാലും ഇവന്മാർ രാവിലെ വല്ലാത്തൊരു ഐറ്റങ്ങൾ. എന്തായാലും നീ കുടുങ്ങി പ്ലീസ്, വെറുതെ സമയം കാണണ്ട. എടാ നീയൊന്നും പോയില്ലേ? നീയൊന്നും ചാകാത്ത രാവിലെ ആയിട്ടും. ഇത് ഭയങ്കര വില്ലേജ് ആണല്ലോ. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതിയാണ്. ഒരുമാതിരി സ്ഥലം. ഇനിയിപ്പോൾ നമുക്ക് അടിയിലോട്ട് ചോദിച്ചു സാൻഡാണല്ലോടി. നമുക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ വേണം. കോബിൾ സ്റ്റോൺ. ഓക്കെ, ഇറങ്ങിപ്പോടാ. ആവശ്യത്തിനുള്ള കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് ഇത് അടി എത്താത്തേ? ഇന്നെങ്ങാലും എത്തൂ. അത് ശരി. എടി ഇത് എന്ത് പരിപാടിയാ? ഓക്കെ, ഇരുട്ടായി തുടങ്ങി. ഇത്രയും നേരമായിട്ട് നമ്മൾ ഇത് കണ്ടില്ലല്ലോ. എടി ഇതെന്താ ലംബാടാ? ഇരുട്ടായി വന്ന്. നമുക്ക് മറ്റൊരു മൈൻഡ് ചെയ്യണ സ്ഥലമില്ലേ, നമ്മൾ നേരത്തെ മൈൻഡ് ചെയ്ത സ്ഥലം, അവിടെ പോയാലോ? അത് നല്ല സെറ്റ് സ്ഥലമാണ്. അവിടെയാണെങ്കിൽ ഞാനൊന്ന് ജീവിച്ചോട്ടേടാ. എന്നെയൊക്കെ അങ്ങോട്ട് കൊന്ന് ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേന്നാവും. ഷെയ്ത്താനാണ് ഈ ഷെയ്ത്താൻ, വെറും ഷെയ്ത്താൻ. അപ്പോഴത്തേക്കും രാത്രിയാണ്. എടി ഇതൊക്കെയാടാ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പെട്ടെന്ന് രാത്രിയാവും. ഇവിടെ ഈറ്റങ്ങളൊന്നും ചാകൂലടാ. ദി ക്രീപ്പർ പൊട്ടി എന്താന്ന് വെച്ചാൽ സംഭവിക്കും. എടാ എവിടുന്നാ? ആരാ? എനിക്ക് തന്നെ തിരിച്ചു കൊള്ളു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? പോടെ, അവൻ തന്നെ അടിച്ചിട്ട് അവനെ തന്നെ കൊല്ലണം മാണ്ടൻ. രാത്രി കഴിക്കാൻ ഈ സ്ഥലം ഭയങ്കര വിജനമായ സ്ഥലമാണ് കേസ്. രാത്രി അയ്യോ ഡോറടക്കാൻ മറന്നുപോയി. ഒരു ക്രീപ്പർ ഒരു പൊട്ടി തെറിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആഹാ അന്തസ്. അപ്പോൾ ഇനി അധികം സമയം വൈകിപ്പിക്കണ്ട. ഞാൻ നേരത്തെ മൈൻഡ് ചെയ്ത സ്ഥലത്തോട്ട് തന്നെ നമുക്ക് പോയേക്കാം. നേരത്തെ ഞാൻ എന്താ എല്ലാം ഇതിനെ എൻ്റെ പുറകാനാ. ഞാൻ ഉമ്മാരെ വല്ലതും ചെയ്യുക. ഉമ്മാരെന്നെ ചൊറിയാൻ വരും. ഉമ്മാരെ എന്നെ എന്നിട്ട് അടിയും വാങ്ങിച്ചു മണ്ണന്മാരാണ്. എന്തായാലും ഞാൻ എൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകണേണ്. അവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കോബിൾ സ്റ്റോൺ കിട്ടുന്നത് വെച്ചാൽ അവിടെ ഗ്രാസുള്ള സ്ഥലം ഇതുകൊണ്ടേ കോബിൾ സ്റ്റോണൊന്നും ക്ഷാമമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിക്കാം. ഇവിടെ നിന്ന് കുറച്ച് ഡയറക്റ്റൊക്കെ ഉണ്ടാവും ഇവിടെ. വേറെ അല്ല ഇപ്പം തന്നെ നമുക്ക് ഇവിടെ സ്റ്റോൺ കിട്ടി. സ്റ്റോണിനൊന്നും ഒരു കുഴപ്പമില്ല. സ്റ്റോണൊക്കെ ഇവിടെ ലാവിഷാണ്. ഇവിടുന്നെന്താ എന്തൊരു ബ്ലോക്ക് എനിക്ക് കിട്ടിയിട്ടാ. നമുക്ക് എത്ര ഇരുട്ടായാലും അകത്തോട്ട് കുഴിച്ച് പോകണം. എന്തായാലും ഒരു കുറച്ച് സ്റ്റാക്കിനായി ഇത് ഉണ്ടാക്കും. എടാ നല്ല ഇരുട്ടായിട്ടാ, ഒന്നും കാണാനൊന്നും പറ്റണില്ല.
കുഴിച്ചൊഴിച്ച് പോണേടെ വിജനമായ വഴികളിലൂടെ കുഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇത്രയൊക്കെ മതിയാടാ. ഇതന്നെ ധാരാളം. തിരിച്ചു പോവാം. ഓക്കെ അത് നമ്മൾ എത്ര സ്റ്റാക്ക് എടുത്ത്? ഒരു സ്റ്റാക്ക് 27 ഇത് എടുത്തുള്ളൂ. ഇതുകൊണ്ട് ഇപ്പം നോക്കാം, ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഫുഡ് അടിയാടാ. ഫുഡ് അടി ഒട്ടും ലൈഫില്ല. ഫുഡ് അടിച്ചിട്ട് ബാക്കിയല്ല. ഓക്കെ ഇനി ഇതിങ്ങനെ നമുക്കിപ്പോൾ എത്ര ഹൈറ്റ് വേണം? ഒരു 4 അടി എടുക്കാം. 1 2 3 4 ഈ ഒരു രീതിയിൽ തന്നെ എല്ലാം നമുക്ക് കൊണ്ടുപോകണം. അതിന് മുമ്പ് ഈ ഷീൽഡൊന്നും എടുത്ത് കയ്യിൽ നിന്ന് ഇങ്ങനെ വെച്ച് പോകണം. അപ്പോൾ നിങ്ങൾ അധികം കണ്ടിട്ട് നിങ്ങൾ വേണ്ട, ഞാൻ ഇതൊന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ഒരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെയ്ത് പണിഞ്ഞ് വന്നപ്പോൾ തികഞ്ഞില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. ചെയ്ത് വന്നപ്പോൾ തികഞ്ഞില്ല, അതുകൊണ്ടാണ് പറ്റുക. പിന്നെ ഞാൻ പറഞ്ഞ ഡിസൈൻ ഉണ്ടല്ലോ, ഈ എല്ലാ കോർണറിലും ഇങ്ങനെ ഒരു സാധനം നമുക്ക് വേണം. അത് കാണാൻ ഭംഗിയുള്ള കാരണമാണ് അങ്ങനെ ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ കോബിൾ സ്റ്റോൺ വേണം. കോബിൾ സ്റ്റോണിൻ്റെ ഇങ്ങാടേക്ക് പണിഞ്ഞോ. കമോൺ പെട്ടെന്ന് ഒരു സ്റ്റാക്കെങ്കിലും വേണം ഇനി, അല്ലാണ്ട് നടക്കൂല. എന്താ ഞാനീ എടുക്കണൊക്കെ എങ്ങാടാ പോണ? ലാഗ് ഇത് വേറെ സ്റ്റോണിലോട്ടാ കയറിപ്പോയാ. ശരി, നമുക്ക് ഇങ്ങനെ പോണം. ക്രീപ്പർ എവിടെ നിന്നാടാ വന്ന? താങ്ക് യു ക്രീപ്പർ, എനിക്ക് ആവശ്യത്തിനുള്ള ഇതും കിട്ടി. ഇവിടെ ക്രീപ്പർ ഇപ്പം എവിടെ നിന്നാടാ വന്ന? എൻ്റെ പൊന്നെ, അവിടെ നിന്നാ സാധനം നടന്നു വന്നാ? അങ്ങനെ വരാനായിട്ട് ഒരു വഴിയുമില്ല. അല്ലെങ്കിലാട്ടെ നാക്ക് കുടിച്ചൊഴിച്ചോ. ഓക്കെ കുടിച്ച് ഒരു സ്റ്റാക്കെങ്കിലും വേണം ബ്രോ. സ്റ്റാക്ക് ഈ വീഡിയോ ഇപ്പോൾ എത്രയായി? 17 ആയിട്ടുള്ളൂ. നമുക്കൊരു 25 നോക്കാം. 25 നോക്കാം നമുക്ക്. ഒരു സ്റ്റാക്ക് ഓക്കെ, ഒരു സ്റ്റാക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഇവന്മാരെന്താടാ വഴിയിൽ കാണിച്ച് വെച്ചേക്കണ? തൽക്കാലം ഓർഡർ അവിടെ 2 സോഡ് മാത്രം ഇപ്പം ഇങ്ങനെയാണല്ലോ. പിക്കാക്സിൻ്റെയും കഥ കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളൊരു ടൈം ലാപ്സ് കണ്ടിട്ടുമ്പോൾ ഓക്കെ എന്തായാലും വീഡിയോയുടെ ലെങ്ത് ഇത്രയും, നമ്മുടെ വീടിൻ്റെ പണിയും ഇത്രയും, വീഡിയോയുടെ ലെങ്ത് ഇത്രയും. അതുകൊണ്ടൊക്കെ കാരണം ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ വീടിൻ്റെ ലുക്കൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ഇട്ട് അഴിയൂട്ടോ. തന്നെ സെറ്റല്ലേ നമ്മുടെ വീട്. കുറച്ച് ഇവിടെ നെതർ പോർട്ടൽ അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്യണം. ഇനിയിപ്പോൾ എന്തായാലും നേരെ ഉള്ളിലോട്ടാം. ഇവനെ സെക്യൂരിറ്റി ആക്കാം. വീട്ടിലോട്ട് ആരെങ്കിലും കയറണമെങ്കിൽ അടിച്ച് കൊന്നിരുന്നോ കുത്തണം കേട്ടോ. വെറുതെ പറഞ്ഞാണ്. ഇപ്പം എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഇന്ന് രാത്രി അല്ലേടാ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്ന് കുറച്ച് നേരത്തെ ആയി. വൈൻഡ് അപ്പ് ചെയ്യണ സമയത്ത് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഈ എന്താ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് വീടിൻ്റെ പണി പകുതിയല്ല, കുറച്ചധികം പണി നമ്മുടെ വീട്ടിലോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം പണി നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ മതിൽ കെട്ടി, ടൈല് പൂർത്തിയാക്കി, മതിലും കെട്ടി, ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇതൊക്കെ കഴിച്ച എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഷീൽഡ് ഇടാൻ പറഞ്ഞോളൂ. ഷീൽഡ് എന്നും വീഡിയോ എടുക്കുമ്പോൾ കയ്യിൽ ഷീൽഡ് വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ നമ്മൾ തന്നെ ആയിരിക്കും. ടാറ്റാ.